ഹായ് ഫ്രണ്ട്സ്, LD&RD മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വള്ളിച്ചുണ്ട കെട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി ഒന്ന് എടുക്കാം. വാള വല്ലതും ഉണ്ടോ ഒന്ന് പോയി നോക്കാം. വാ പോവാം. നമ്മൾ ഈ ഒരു വള്ളി കെട്ടിയിരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ആറ്റി നിറച്ച് പോളയാണ്. ചവരിച്ച മലയിട്ട് വലിച്ചു വിട്ടു പോകുന്നുണ്ട്. മീനുണ്ടെന്ന് തോന്നുന്നു. എന്താ നമുക്ക് ഈ ചുണ്ടെന്ന് പൊക്കാം. ഈ പോളശല്യം കാരണം നമുക്കൊരു വിഷയമുണ്ട്. ഇത് പൊക്കിയാൽ കയറേ വന്ന് പോള ഉടക്കും. എന്തായാലും പൊക്കാതിരിക്കാനൊക്കത്തില്ല. നമ്മുടെ വാളയൊക്കെ കഴുന്ന നീർനായ കൊണ്ടുപോകുന്ന കാരണം നമ്മളിപ്പം വൈകിട്ട് നോക്കുന്ന പണിയില്ല. നേരം വെളുത്ത് നോക്കുക, കിട്ടുന്ന വാള ആരെങ്കിലും വന്നാൽ കൊടുക്കുക. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ പരിപാടി. മാവിൻ്റെ അടിയിലായത് കാരണം മാങ്ങയുണ്ട്. എന്താ ആദ്യം ഉടക്കിയത് കണ്ടോ? ചൂണ്ടയകത്ത് ഇല്ല, ചൂണ്ട പുറത്തുണ്ട്. ഇതിനെ നമുക്ക് ജീവനുണ്ടത്, നമുക്കെടുത്ത് കളയാം. എനിക്കിത് കിടന്ന് പൊളയുന്നത് എനിക്ക് വലിയ വല്ല കാര്യമുണ്ടോ ഇത് കയറി വെട്ടാൻ? പക്ഷെ അത് എടുക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് മിഴുങ്ങിയിരിക്കുക. വേറെ പോള വന്ന് തടയുക. നമ്മൾ ഊരിയെടുത്തത് കണ്ടോ? പോട്ടെ, ഇഴുക്കലായി മലയെ മുഴുവൻ. നമുക്ക് ചൂണ്ട വലിക്കാം. ഫസ്റ്റിലത്തെ ചൂണ്ടയിൽ നമുക്ക് കിട്ടിയത് വലഞ്ഞിലിൻ്റെ കുഞ്ഞിനെ. നമ്മളതിനെ ചൂണ്ടയിൽ നിന്ന് എടുത്ത് വിടുകയും ചെയ്തു. ഈ പോള വരുന്നൊരു വിഷയമുണ്ട്. ഇതിലൊരു വാളയുണ്ട്. വാള പിടിക്കുന്നുണ്ട് നമ്മൾ. ഉണ്ടോ? വലിയ വാളയാണെന്ന് തോന്നുന്നില്ല. അത് നോക്കാം. ഒരു കല്ലിൻ്റെ അപ്പുറത്താണ്. അപ്പുറത്തെ ചൂണ്ട ഉണ്ടോ? ഉണ്ടോ? ഇവിടുന്നുണ്ട്. വേണ്ടേ? അത്ര ചെറിയ വാളയല്ല. വള നമുക്ക് കെട്ടിയിടാം. ഇനി രാത്രി കെട്ടിയിടുന്ന പണി നമുക്ക് ഇല്ല. മുള്ള കയ്യെ കൊണ്ട് ചൂണ്ട ഊരുന്നത് പാടുവരും ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും പ്ലെയർ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷെ പ്ലെയർ വെച്ചെടുത്ത് നമ്മൾ
സാറിന് കൊണ്ടുപോകത്തില്ലായിരുന്നു. അത് കാരണം ഈ പ്ലെയറിൻ്റെ കാര്യം നമ്മൾ മറന്നു. എപ്പോഴും അങ്ങനെ തന്നെ. ഇന്നും നമ്മൾ മറന്നു. ഈ വാള നമുക്ക് ഉണ്ടോ വാള നമുക്ക് കെട്ടിയിടാം. ഈ ചൂണ്ട നമ്മൾ അഴിച്ചെടുക്കുന്നില്ല, സ്ഥിരമായിട്ട് ഇവിടെ കെട്ടി നിർത്തിയിരിക്കുക. ചൂണ്ട അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെട്ടാൻ നേരത്ത് പിന്നെയും ചൂണ്ടയെടുത്ത് കെട്ടണ്ടേ. അതിപ്പോൾ അതൊഴിവാകും ഇങ്ങനെ കെട്ടിയിട്ടിരുന്ന. വലക്കാരൊന്നും ഇപ്പം വരുന്നില്ല, ഈ പോള ഇങ്ങനെ വരുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂണ്ട സ്ഥിരമായിട്ട് ഇങ്ങനെ കെട്ടിയിടുന്നത്. ഈ വള്ളി നമ്മൾ പൊക്കിക്കഴിഞ്ഞു. അതിൽ ഒരു വാള മാത്രമേ ഉള്ളായിരുന്നു. ഉണ്ടോ? അതിൽ ഒരു വാള മാത്രമേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് അടുത്ത വള്ളി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതാൽ ഈ അടുത്ത് വാളയുണ്ട് കേട്ടോ. ഈ കയറായ കിടന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ പോള ഓരോ ശല്യമുണ്ട്. നമുക്ക് കുറച്ച് മാറിയിരുന്നെങ്കിൽ ആ ഹേലം പിടിക്കാം. അതെ, വാള ഇത് ചെറിയ വാളയാണ് കേട്ടോ, കൊച്ചു വാളയാണ്. അതാണ് നമ്മൾ അറിഞ്ഞില്ല. അതിട്ടപ്പോൾ തന്നെ അത് പോയി. പടിയുടെ അടിയിലോട്ട് വിട്ടേ. അങ്ങോട്ട് മാറ്റി. പോളക്കടിയിൽ കൂടെ നമ്മൾ എടുക്കുകയായിരുന്നു. കയറ് പിടിക്കുന്നുണ്ട്. ഉണ്ടോ? കുമള വന്നതിൻ്റെ അവിടെയാണ്. ഉണ്ടോ? നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇതാണ് വാള പിടിക്കാൻ പാടാ. അയ്യോ, ഈ വാളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വാളയുടെ വായിലെല്ലാം ഉടക്കിയിരിക്കുന്നത്. അതാണ് ഇത്. നമുക്ക് ഇതേ കണ്ടോ, പിന്നെ വാലിൻ്റെ ഭാഗത്താണ് ചൂണ്ട ഉടക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ കോരിയിട്ടും കിട്ടാതെ വന്നത്. എനിക്ക് അതിന് മുമ്പ് പള്ളക്കുടക്കി ഈ ഭാഗത്തുടക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വാലിൻ്റെ ഈ ഭാഗത്തുടക്കി ആദ്യമാണ്. ചൂണ്ട വന്ന് പരലയിൽ വന്ന് വാള വെട്ടി അടിച്ചു പോകുന്നതാണ്. അതാണ് ഈ ചൂണ്ടയിൽ ഉടക്കുന്നത്. ഇങ്ങനെ നമുക്ക് കെട്ടി വെള്ളത്തിലിടാം. വലന് ചൂണ്ട ഊരട്ടെ. വല പിടിച്ചിട്ട് തെന്നി അങ്ങ് പോവുക. ഇതാണ് നമ്മൾ പ്ലെയർ ആണെങ്കിൽ ഇത്രയും ശല്യമില്ല, എളുപ്പം ഊരിയെടുക്കാൻ സാധിക്കും. ഇനി മുതൽ നമ്മൾ മറക്കാതെ പ്ലെയർ എടുത്ത് വെള്ളത്തെ ഇടും. ഇതിനെ നമ്മൾ കെട്ടി വെള്ളത്തിലിട്ടിടാം.
നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കുകയാണ്. ഇതേലെ വാളയൊന്നും ഇനി ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ആറിൻ്റെ തീരത്താണ് നമ്മൾ താമസിക്കുന്നത്. മണിമലയാറിൻ്റെ തീരമാണ്. അപ്പം നമുക്ക് ഈ എപ്പോഴും മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലയിടാനും ചൂണ്ട കെട്ടാനും ഒക്കെ നമുക്ക് സൗകര്യമാണ്. നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു മീനിൻ്റെ തങ്കാരമുള്ള സ്ഥലമാണ്. തങ്കാരം എന്ന് പറയുന്നത് മീൻ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒഴുക്കിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഭാഗം താഴ്ചയുണ്ട്, പൊക്കവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മിക്ക വലയിടുന്ന ആൾക്കാർ വന്നാലും നമ്മുടെ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ആൾക്കാർ വലയിടുന്നത്. അപ്പോൾ മീൻ വന്ന് നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ ചൂണ്ട കെട്ടുകയും വലയിടുകയും ചെയ്യുന്നത്. പിന്നെ സൗകര്യമാണ്, നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ മാറിപ്പോയി ഇടാം, അവിടെ ഇടാം. ഇതുപോലുള്ള സ്ഥലങ്ങൾ അവിടെയും ഉണ്ട്. പക്ഷെ നമ്മുടെ സൗകര്യമാണ്, നമുക്ക് വീടിൻ്റെ വാതിൽക്കലാകുമ്പോൾ മീനും കിട്ടും, നമ്മുടെ സൗകര്യത്തിന് വലയിടുകയോ ചൂണ്ട കെട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. നിങ്ങൾ ഒക്കെ വിചാരിക്കും എപ്പോഴും നിങ്ങൾ വീടിൻ്റെ വാതിൽക്കൽ തന്നെ കെട്ടുന്നത്. വീടിൻ്റെ വാതിൽക്കൽ തന്നെയല്ല, മാറ്റിയും ഞങ്ങൾ കെട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാളയൊക്കെ മീൻ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്നത്തെ ചൂണ്ടകെട്ട് നമുക്ക് 3 വാളയാണ് കിട്ടിയത്. കണ്ടോ, നമ്മളീ വാള കെട്ടഴിച്ച് നമുക്ക് ഇന്ന് കെട്ടി ഇടാം. ഇപ്പോൾ പകലാരെങ്കിലും വന്നാൽ കൊടുക്കും, ഇല്ലെങ്കിൽ രാത്രി അഴിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും. കാര്യം മീൻ പിടിച്ച് നമ്മൾ വന്ന് തിന്നുകൊണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വാള നമ്മൾ കെട്ടിയിട്ടില്ല, ചെറിയ വാളയുണ്ട്, അതുകൊണ്ട് രണ്ടാമത് കെട്ടി ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അമ്മിണിയും രാമനും വന്ന് നിൽപ്പുണ്ട്. രാമനൊരു കമ്പൊക്കെ എടുത്ത് വായി വെച്ചിട്ടുണ്ട്. അവനത് പെരയ്ക്കകത്ത് കൊണ്ടുപോകുന്നത് കണ്ടോ, കമ്പെടുക്കുക. നമുക്ക് കിട്ടിയത് 2 വാള, തിരക്കെട്ടില്ലാത്ത വാളയാണ് ഇന്ന് കിട്ടിയത്. 2 അല്ല 3, ഒരെണ്ണം ചെറുതായതുകൊണ്ട് നമ്മൾ പടിക്കടിയിലിട്ടിരിക്കുക. കണ്ടോ വാള. ലോലാമ്മ കടവിൽ വന്ന് നോക്കി നിൽപ്പുണ്ട്, നമുക്ക് എത്ര വാള കിട്ടിയെന്നറിയാം. ലോലാമ്മ തന്നെയല്ല, എൻ്റെ ഇളയ മോൻ ദയാദാസിൻ്റെ കൂട്ടുകാരനും വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കുട്ടനാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന മീൻ ഫ്രഷോടുകൂടി പിടിച്ച് കറി വെക്കാം. നമുക്ക് ഈ വാള ഈ കുറ്റിയെ കെട്ടാം. പകല് നീർന്നാൽ വരുമോ എന്നൊരു സംശയം. പകൽ വരുവാണെങ്കിൽ നമുക്ക് കാണാം, ഓടിച്ചു വിടാം. നമുക്ക് ഈ വാളയെ കൂടെ ഒന്ന് കെട്ടിയിടാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.